ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കേരള കോൺഗ്രസ് എമ്മിലെ ഭിന്നത ആയുധമാക്കി ജോസഫ് ഗ്രൂപ്പ്. സ്വന്തം പാർട്ടിയിലെ തമ്മിലടി അവസാനിപ്പിക്കാൻ ജോസ് കെ മാണി ശ്രമിക്കേണ്ടതെന്ന് ജോസഫ് ഗ്രൂപ്പ് ജില്ലാ പ്രസിഡന്റ് സജീവ് മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. നേരത്തെ സീറ്റിനായി ജോസഫ് ഗ്രൂപ്പിൽ നേതാക്കൾ അവകാശവാദം ഉന്നയിച്ചപ്പോൾ ഇതിനെ പരിഹസിച്ച ജോസ് കെ മാണി രംഗത്ത് വന്നിരുന്നു. ഞാൻ അവരെ അടിക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്റെ പ്രാർത്ഥന. ജോസഫ് ഗ്രൂപ്പിൽ നേതാക്കൾ സീറ്റിനു വേണ്ടി പരസ്യമായി അവകാശവാദം ഉന്നയിച്ചപ്പോൾ ജോസ് കെ മാണി പ്രതികരിച്ചതാണ് ഈ കേട്ടത്. തങ്ങളുടെ പാർട്ടിയിൽ യാതൊരു തർക്കങ്ങളുമില്ലെന്നും ജോസ് കെ മാണി അവകാശപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് തോമസ് ചാഴികാടനെ മാറ്റി കോട്ടയത്ത് ജോസ് കെ മാണി തന്നെ മത്സരിക്കണമെന്ന് കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗം PM മാത്യു ആവശ്യപ്പെട്ടത്. ചാഴികാടനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കങ്ങൾ സജീവമായിരിക്കെയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് വിഭിന്ന സ്വരമുയരുന്നത്. 1909-ലും 14-ലും 2 പ്രാവശ്യം മത്സരിച്ച് ജയിച്ചയാളാണ്, പാർട്ടിയുടെ ചെയർമാനാണ്. ഇപ്പൊ രാജ്യസഭയിൽ ഇരിക്കുന്നു. രാജ്യസഭയുടെ കാലാവധി തീരാൻ പോകുന്നു. അധികം നാളില്ല, ഇത് കഴിഞ്ഞാൽ ഉടനെ രാജ്യസഭയുടെ കാലാവധി തീരുകയാണ്. അപ്പം എന്തുകൊണ്ട് നോക്കിയാലും, കമ്മ്യൂണൽ കോമ്പിനേഷൻ നോക്കിയാലും, കോട്ടയം ജില്ല നോക്കിയാലും, KM മാണി സാറിന്റെ പാരമ്പര്യം നോക്കിയാലും, പിന്നെ ഒരാള് അവിടെ അങ്ങനെ മത്സരിക്കാതെ ഉള്ള ഒരാൾ ഈ പാർലമെന്റ് വരാനുള്ളത് ജോസ് കെ മാണിയാണ്. ഈ അഭിപ്രായ ഭിന്നതയാണ് ജോസഫ് ഗ്രൂപ്പ് ആയുധമാക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് സജീവ് മഞ്ഞക്കടമ്പിൽ പറയുന്നത് ഇങ്ങനെ: ജോസ് കെ മാണി വിഭാഗത്തിന്റെ നേതാവ് പറഞ്ഞിരിക്കുന്നു, ചാഴികാടൻ നിന്നാൽ CPM കാലുവാരും, അതുകൊണ്ട് ജോസ് കെ മാണിയാണ് മത്സരിക്കേണ്ടതെന്ന് പറഞ്ഞ് അവരുടെ കൂട്ടത്തിലാണ് അടി. അതുകൊണ്ട് ജോസ് കെ മാണി വിഭാഗത്തിലുള്ള അടി ദയവായി തീർക്കുക, ഞങ്ങളെ ഓർത്ത് വിലപിക്കരുത്. ജോണി നെല്ലൂരിനെ പോലുള്ള കരുത്തനായ ആളുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി പാർട്ടി ശക്തിപ്പെടുത്താനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരുമായി ജോസ് കെ മാണി ഭംഗിയായി ആ പാർട്ടി ഇനിയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മുന്നണികൾക്കിടയിൽ രാഷ്ട്രീയ ചരടുവലികളും മറനീക്കി പുറത്തുവരികയാണ്. കോട്ടയത്ത് തീപാറുന്ന പോരാട്ടം തന്നെ ഇത്തവണ ഉണ്ടാകുമെന്ന സൂചന കൂടിയാണ് ഇതോടെ വ്യക്തമാകുന്നത്. ജി ശ്രീജിത്ത്, News 18 കോട്ടയം.